എക്സ്ക്യൂസ് മീ, കേൾക്കുന്നില്ല. Afternoon all. Afternoon. ഒരു ചെറിയ ടെക്നിക്കൽ സംഭവിച്ചാലൊക്കെ ലേറ്റ് ആയി. റെക്കോർഡ് ചെയ്യാൻ ഇച്ചിരി ഉണ്ടായി, അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയത്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ക്ലിയർ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് വായിച്ചു നോക്കിയായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, നമ്മൾ എവിടെ വരെയാ എടുത്ത് നിർത്തിയത്? ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? റെസ്പോണ്ട് ചെയ്യാം. ശരിയല്ലേ? നമ്മള് ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷൻ പെർഫോമൻസ് അല്ലെ, ഓർഗനൈസേഷന്റെ പ്രകടനത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അല്ലെ അതിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അല്ലേ? അവിടെ തുടങ്ങിയല്ലേ എടുക്കേണ്ടത് അല്ലേ? വായിച്ചു നോക്കിയില്ലായിരുന്നോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമ്മുടെ പോയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അതില് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് അവിടെയുള്ള പെർഫോമൻസ്, അവിടെയുള്ള വർക്കേഴ്സിന്റെ പെർഫോമൻസിന് അല്ലെ അത് കൃത്യമായിട്ട് തന്നെ പ്രകടമാക്കാനായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെ, അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനൊക്കെ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അതനുസരിച്ചിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ ഒരു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു ഉത്പാദനക്ഷമതയുള്ള ഒരു വ്യക്തിത്വങ്ങളായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് വർദ്ധിക്കുമെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ജസ്റ്റ് കവർ ചെയ്തായിരുന്നു. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് HRM എഫക്ട്സ് പോസിറ്റീവ്ലി ഇൻ ദ ഫോളോയിങ് പോയിന്റ്സ് അല്ലെ, പോസിറ്റീവ്ലി ആയിട്ട് അതായത് പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷൻ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത്. ഫസ്റ്റ് റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് അല്ലെ, നല്ല നമുക്ക് റിക്രൂട്ട്മെന്റ് നടപ്പാക്കുകയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല കഴിവുറ്റ എംപ്ലോയീസിനെ ആക്കി എടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ നിങ്ങൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് അറിയാം. ഓക്കെ, the recruitment process is an essential aspect in any organization which mainly drive the output and efficiency of the organization. നമുക്കറിയാം റിക്രൂട്ട്മെന്റിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ലഭ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല അല്ലെ നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു നല്ല കൃത്യമായ അല്ലെ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു പ്രാധാന്യം ആ ഒരു റിക്രൂട്ട്മെന്റ് നടപടികളിലെല്ലാം തന്നെ നല്ല കൃത്യതയോട് കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? നമുക്കറിയാം HRM ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് അല്ലെ നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആ ഒരു എംപ്ലോയിൽ നിന്നൊക്കെ ലഭ്യമാക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. The recruitment process of any organization is mainly controlled by the human management department of the organization. റിക്രൂട്ട്മെന്റ് എന്താന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലെ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഏത് ജോലിയാണോ ആ ജോലിക്ക് വേക്കൻസി വന്നിരിക്കുന്നതിലേക്ക് ആപ്ലിക്കേഷൻസ് കണ്ടെത്തുന്നു അല്ലെ. വിവിധ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഒരുപാട് നല്ല ആപ്ലിക്കേഷൻസ് ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് സെലക്ഷൻ നടപടികളൊക്കെ നടത്തി അല്ലെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്റിംഗിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നിർവഹിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഓർഗനൈസേഷന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ആരായിരിക്കും? റെസ്പോണ്ട് ചെയ്യാം. ആരായിരിക്കും?
HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. Then നമുക്ക് the major skills അല്ലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കഴിവുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. Ability to communicate efficiently and work with the other staff members across the organization. നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റിലുള്ളവരൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഇടയിൽ നല്ല രീതിയിൽ അല്ലെ ആശയവിനിമയം നടത്തി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ച് എംപ്ലോയികൾക്കൊക്കെ അല്ലെ അവിടെയുള്ള ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ള കഴിവ് അവർക്ക് മസ്റ്റായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതായത് നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള കഴിവുണ്ടായിരിക്കണം. Ability to work in a team to motivate other staff for productive outcomes. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതെങ്കിലും അല്ലെ ഒരു വർക്ക് ചെയ്യുന്നവര് എന്താണ് ഏതൊരു വ്യക്തിയും എംപ്ലോയിയും വർക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷെ കുറച്ചും കൂടി നല്ല ആക്റ്റീവായിട്ട് അല്ലെ നല്ല എഫിഷ്യന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല പ്രൊഡക്റ്റീവ് ഔട്ട്കംസ് ആയിരിക്കും അല്ലെ നല്ല മൂല്യത്തോടു കൂടിയുള്ള ഔട്ട്കംസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ആർക്കുണ്ടായിരിക്കണം HR ഡിപ്പാർട്ട്മെന്റിലുള്ള ആർക്ക് വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. Then the ability to analyze the situation is essential for solving any issues in the organization. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് ആണ് അവിടെ കൂടുതലായിട്ട് നമുക്കറിയാം എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചെറിയ ചെറിയ ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അല്ലെ. കാരണം നമുക്കറിയാം എല്ലാ വ്യക്തികളും വ്യത്യസ്ത ക്യാരക്ടർ ഉള്ളവരാണ് അല്ലെ. ഒരു പക്ഷെ ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ഒക്കെ ആയിരിക്കാം, പക്ഷെ അവരുടെ ഹ്യൂമൻ അല്ലെ അവരുടെ ബിഹേവിയർ ചേഞ്ചസ് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ചില പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള അല്ലെ അധിക സമയം ഇല്ലാതെ തന്നെ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകളൊക്കെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ അല്ലെ ആൾക്കാർക്കും അല്ലെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കൂട്ടിനോട് മാത്രം ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ അല്ലെ ഒരു വേർതിരിവോട് കൂടിയിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ കമ്പനിയിൽ തന്നെ ഒരു അല്ലെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ അല്ലെ ഒരു വേർതിരിവൊക്കെ ഫീൽ ചെയ്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൂടി അവർക്ക് പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കണം. Then ability to guide and manage staff members. ഓക്കെ നമുക്കറിയാം എല്ലാവർക്കും ഒരു ഗൈഡൻസ് ആയിട്ട് നിലകൊള്ളാനായിട്ട് അല്ലെ ചിലപ്പോ ഒക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് അല്ലെ എന്നിട്ട് ഇറങ്ങാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഒരു ഗൈഡൻസ് ആയിട്ടൊക്കെ നിന്നുകൊണ്ട് തന്നെ അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടപ്പാക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. Then the position must be aware about the technical thing and your computer in order to manage the technical resources in the restaurant. Okay, നമുക്കറിയാം ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഏതൊരു ഫേം ആണെങ്കിലും തീർച്ചയായിട്ടും അവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള റിസോഴ്സ് അല്ലെ പണ്ട് നമുക്കറിയാം ഒരു അല്ലെ സാങ്കേതികപരമായിട്ട് മുന്നേറ്റം ഇല്ലാത്തൊരു കാലഘട്ടമാണെങ്കിൽ നമുക്കറിയാം മാൻ പവർ മാത്രമായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം മെഷീന്റെയും കൂടി അല്ലെ അതിന്റെയും കൂടിയും ഒരു പങ്കോട് കൂടിയിട്ടായിരിക്കും ഏതൊരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. സോ അത്തരത്തിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്യാനും അല്ലെ നല്ല രീതിയിലൊക്കെ ഹ്യൂമൻ റിസോഴ്സിനെ വെച്ചിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആ ഒരു നോളജ് ഒക്കെ സമ്പാദിക്കേണ്ടതുണ്ട്. Then the fundamental thing is the decision making capability and the confidence to manage the crucial decisions within the organization. തീർച്ചയായിട്ടും നമുക്കറിയാം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ ഇന്ന കാര്യം ഇന്ന ആളെ ഏൽപ്പിക്കുക, ഇന്ന പ്രതിസന്ധികൾ വരുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്യുക അല്ലെ ഒരു ക്വിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി വേണം അല്ലെ. നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ദെൻ കോൺഫിഡൻസ് ടു മാനേജ് ദ ക്രൂഷ്യൽ ഡിസിഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതായത് ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്ത് പോകാനായിട്ട് അല്ലെ നല്ല ഒരു തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പാക്കി കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉള്ള വ്യക്തിത്വമായിരിക്കണം ആരുടെ ഇത് നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ. ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം സ്പെഷ്യൽ സ്കില്ല് അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്സിനെ അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ട് ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അത് സോൾവ് ചെയ്ത് പോകേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ അതൊക്കെ നടപ്പാക്കുമ്പോഴൊക്കെ
തീർച്ചയായിട്ടും അതിനുള്ള കഴിവുകൾ, അതല്ലെങ്കിൽ നമുക്കറിയാം ഗൈഡൻസ് ആയിട്ട് നിലകൊള്ളാനായിട്ടുള്ളത്, അതേമാതിരി തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് നല്ല വിശ്വാസത്തോടു കൂടി അല്ലേ, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കി പോകാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ ഇവർക്ക് വേണ്ടതാണ്. ഓക്കെയാണോ? റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ് ാണ്. മറ്റു സ്കിൽസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. തരത്തിലുള്ള ചെറിയ ചെറിയ സ്കില്ലല്ലേ, എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല്, മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്കില്ല്, അല്ലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ല്, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട സ്കില്ലുകളൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാലോ. അയച്ചു നോക്കേണ്ടതുണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ വന്നവരൊക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി തോന്നണം അല്ലെ. ഇത്തിരി ലേറ്റ് ആയപ്പോഴേക്കും ക്ലാസ് ഉണ്ടാവില്ല അത് വിചാരിച്ചു. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ് എന്താണ് ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് നോക്കാം. മാനേജിംഗ് എംപ്ലോയി റിട്ടൻഷൻ ഇൻക്ലൂഡ്സ് ഡെവലപ്പിംഗ് പ്ലാൻസ് ടു സസ്റ്റെയിൻ ഹൈ എംപ്ലോയി മൊറൈൽ ആൻഡ് ഫോക്കസ് ഓൺ ദി elect to remain employed and fully productive for the benefit of the organization. തീർച്ചയായിട്ടും നമ്മുടെ എംപ്ലോയീസ് അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് HR ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആത്മവീര്യങ്ങൾ അല്ലെ, അവരുടെ തീർച്ചയായിട്ടും എന്താണ് മനോധൈര്യത്തോട് കൂടിയിട്ട് എന്തും ചെയ്യാനായിട്ടുള്ള അവരെ ഏൽപ്പിച്ച കുട്ടികളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഹൈ ആയിട്ടുള്ള മൊറയിൽ അല്ലെ, അത് ലഭ്യമാക്കി എംപ്ലോയീസിന് കൊടുക്കുമ്പോഴെന്താ പ്രത്യേകത, അവർക്ക് എന്ത് ചെയ്യാനായിട്ട് അല്ലെ, എന്തെല്ലാം കുട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിയൊന്നും കൂടാതെ ചെയ്യാനായിട്ടുള്ള ഒരു എഫിഷ്യൻസി അവർ കൈവരിക്കുന്നു. മാത്രമല്ല ഫുൾ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ അവർക്ക് ആ ഓർഗനൈസേഷൻ അല്ലെ, അവരുടെ എന്താണോ ആ എംപ്ലോയി നിന്ന് എന്താണോ ലഭ്യമാക്കാനായിട്ട് പറ്റുന്നത് അതിന്റെ മാക്സിമം അവര് റിസൾട്ട് അല്ലെ അത് പെർഫോം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ഇങ്ങനെ വരുമ്പോഴെന്താണ് എംപ്ലോയീസിന് എന്താണ് ആ ഒരു സ്ഥാപനത്തോടു കൂടി തന്നെ അല്ലെ അത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു താല്പര്യവും കൂടും. കാരണം അവർക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല അല്ലെ, കാരണം അവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന എന്തൊക്കെയൊക്കെ മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ സ്കില്ലും നോളജ് ഒക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്തൊക്കെ എടുത്തു വരുമ്പോഴെന്താണ് അവർക്ക് പേടിയൊന്നും കൂടാതെ മാക്സിമം പ്രൊഡക്ടിവിറ്റിയോട് കൂടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ കോംപ്രഹെൻസീവ് എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാം ക്യാൻ പ്ലേ എ വൈറ്റൽ റോൾ ടു both attracting and retaining key employees as well as reducing turnover and its related costs. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെ, ഇപ്പൊ വരുമ്പോ തന്നെ എന്താണ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തി സെലക്ട് ചെയ്തതിന് ഉടനെ അവരെ തൊഴിൽ ഏൽപ്പിക്കാൻ ഒരു ചെറിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യണം അല്ലെ. ആ ഒരു കാൻഡിഡേറ്റ്സും പരമാവധി അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടപടികളിലേക്കൊക്കെ അവര് പരമാവധി അപ്ലിക്കേഷൻസ് കൊടുക്കാൻ ശ്രമിക്കും. കാരണം എന്താണ് അവർക്ക് ഒരു ആത്മവിശ്വാസം ലഭ്യമാകുന്ന ഒരു ഫേം ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ അല്ലെ അവരുടെ മൈൻഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഇതിലെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ് ഇങ്ങനെ വരുമ്പോഴല്ലേ അവിടെ അട്രാക്ട് ചെയ്യുന്നത് മാത്രമല്ല എംപ്ലോയീസ് ആസ് വെൽ ആസ് റിഡ്യൂസിങ് ടേൺ ഓവർ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് കോസ്റ്റ്. അതായത് നമുക്കറിയാം സ്ഥാപനത്തിൽ നിന്ന് അല്ലെ ആവശ്യമായിട്ടുള്ള ഒരു മനോധൈര്യം ഉയർത്തുന്ന തരത്തിലുള്ള ഓരോ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കമ്പനിയിൽ തന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള ഒരു താല്പര്യമായിരിക്കും ഉണ്ടാവാം അല്ലെ. എംപ്ലോയീസിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ സാധിക്കില്ലേ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെ സ്ട്രെസ് ഒന്നും കൂടാതെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ പരമാവധി തന്നെ വർക്ക് ചെയ്ത് പോകാനായിട്ട് അവർ ആഗ്രഹിക്കും. ശരിയല്ലേ? എല്ലാ എംപ്ലോയീസ് അങ്ങനെയല്ലേ ആഗ്രഹിക്കാം. അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ നിന്ന് വിട്ടുപോകുന്ന അല്ലെ ടേൺ ഓവർ റേറ്റ് കുറവായിരിക്കും. മറ്റൊരു കമ്പനിയിൽ പോകാനായിട്ടുള്ള താല്പര്യം അവർക്ക് കുറവായിരിക്കും. അവർക്ക് അവരുടെ കമ്പനി തന്നെ പോകാനായിട്ടായിരിക്കും താല്പര്യം. ഇങ്ങനെ വരുമ്പോ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ആ റിലേറ്റഡ് കോസ്റ്റ് അല്ലെ. ഇൻ കേസ് വീണ്ടും ഇപ്പൊ ഒരു തൊഴിലാളികൾ ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, വീണ്ടും ആ പോസ്റ്റിലേക്ക് ആളുകളെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പൊ റിക്രൂട്ട്മെന്റ് നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും. സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തി
അവിടെ പേഴ്സൺസിനൊക്കെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ടേൺ ഓവർ റേറ്റ് കുറയുകയാണെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളും കുറയും. കാരണം അവിടെയുള്ള എംപ്ലോയീസിന് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്പനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് എംപ്ലോയി റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ തന്നെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഈ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ ധൈര്യമൊക്കെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കമ്പനിയിൽ തന്നെ തുടരാനായിട്ടുള്ള ഒരു താല്പര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവരെ തയ്യാറാവുകയില്ല. സോ റിട്ടൻഷൻ റേറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എംപ്ലോയിയെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ടേൺ ഓവർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി അത് കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ higher productivity, flexibility and innovation. Okay. So HRM ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിനെ സംബന്ധിച്ച് അല്ലെ അവിടെ അവരുടെ സ്കില്ലായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു. Flexibility in the workplace has an impact on innovation as well as the efficiency of employees. Okay, തീർച്ചയായിട്ടും ഓരോ എംപ്ലോയീസിന്റെയും കാര്യക്ഷമത അല്ലെ അത് പുതുമയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെ അത് തീർച്ചയായിട്ടും ആ കഴിവ് അവർക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് മത്സര അധിഷ്ഠിതമായിട്ടുള്ള ഒരു മേഖല വന്നാലും അല്ലെ അതിനെ തരണം ചെയ്ത് പോകാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് സാധിക്കും. സോ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെ അത് അതിന് ഒഴുക്കിനോടൊപ്പം ചലിക്കാനായിട്ടുള്ള ഒരു ശേഷി അത് അവർക്കുണ്ടായിരിക്കണം. That flexibility has a huge impact on how a company attracts, hires and retain top talent. അല്ലെ നമുക്കറിയാം അതില് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കമ്പനിക്ക് അല്ലെ എന്ത് മറ്റു അല്ലെ നല്ല തരത്തിലുള്ള ടോപ്പ് ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം അതിനനുസരിച്ചിട്ട് തന്നെ മാറ്റങ്ങൾ വരുത്തി മുന്നേറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റിയോട് കൂടിയുള്ള എംപ്ലോയീസിനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. Innovation can lead to higher productivity. നമ്മൾ പുതുമകൾ ഉൾപ്പെടുത്തുമ്പോൾ എന്താ പ്രത്യേകത? മാൻ്റെ എഫേർട്ടിന് പകരം നമ്മൾ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ഇത്തിരി കൂടി സ്പീഡിലും ആക്യുറസിയോടും കൂടിയിട്ടും നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് കാര്യങ്ങളിലേക്കൊക്കെ മാനുവലി നമ്മൾ ആ മോഡലുകളൊക്കെ മാറ്റി നമുക്കറിയാം അക്കൗണ്ടിങ് ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ചെയ്യണമെങ്കിൽ എന്താണ് സ്പീഡിലി നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇച്ചിരി കൂടി ആക്യുറസിയോട് കൂടിയിട്ടും ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത്തരത്തില് നമുക്കറിയാം ഇവിടെ എന്താണ് ഇന്നോവേഷൻ ക്യാൻ ലീഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ. അത് ഉൽപാദനക്ഷമത കൂട്ടാനായിട്ടാണ് ഉപകരിക്കുന്നത്. പുതുമ എന്തായാലും ഉൾപ്പെടുത്തുമ്പോൾ ഉൽപാദനക്ഷമത കൂട്ടാനായിട്ട് അത് ഉപകരിക്കും. As productivity increase, more goods and services are produced and the economy grows. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവം? എന്തായാലും ഗുഡ്സ് ആൻഡ് സർവീസിലൊക്കെ ഈ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമ്പോൾ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സർവീസുകൾ കൂടുതൽ അല്ലെ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ ഗുഡ്സ് ഓറിയന്റഡ് ആണെങ്കിൽ നമുക്കറിയാം സെല്ലിംഗ് ഒക്കെ അല്ലെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് എക്കണോമിക് ഗ്രോത്ത് അല്ലെ സാമ്പത്തിക വ്യവസ്ഥ വളർച്ച കൈവരിക്കാനായിട്ട് അതുകൊണ്ട് ഉപകരിക്കും. So innovation and productivity growth bring vast benefit for consumers and businesses. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയുള്ള എംപ്ലോയീസിന് മാത്രമല്ല എന്താണ് അവിടുത്തെ അല്ലെ ആ ഒരു സ്ഥാപനത്തിനും മെച്ചപ്പെട്ടതാണ് എന്ന് പറഞ്ഞ മാത്രമേ തന്നെ ബിസിനസ്സിൽ നമ്മൾ അത് തീർച്ചയായിട്ടും ഒരു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് അത് കൺസ്യൂമേഴ്സ് അല്ലെ നമുക്കറിയാം ഉപഭോക്താക്കൾക്ക് ഗുണമാണ് ബിസിനസ്സിനും അതിനനുസരിച്ചിട്ടുള്ള ഗുണമാണ് അല്ലെ. അവിടെ നല്ല മെച്ചപ്പെട്ട പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുമ്പോൾ ആ മെച്ചപ്പെട്ട സാധനങ്ങൾ കൺസ്യൂമേഴ്സിന്റെ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തുകയും ചെയ്യും. അതേപോലെ തന്നെ ബിസിനസ് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തില് നമുക്കറിയാം ഫ്ലെക്സിബിലിറ്റി ഇന്നോവേഷൻ ഒക്കെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള പവർ അല്ലെ ആ ഒരു കമ്പനിയിലെ HRM ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ എന്തെങ്കിലും പുതുമകൾ ഉണ്ടെങ്കിൽ ആ പുതുമയൊക്കെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി അങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയിട്ട് ഓർഗനൈസേഷനും അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ഡെവലപ്മെന്റ് കൈവരിക്കാനായിട്ടുള്ള സന്നദ്ധതയും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെ ആവശ്യമില്ലേ? ഫ്ലെക്സിബിലിറ്റിയും ഇന്നോവേറ്റീവ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരില്ലേ? അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരില്ലേ?
നമ്മളെ ട്രഡീഷണൽ ആയിട്ട് അല്ലെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ അത് തന്നെ ഫോളോ ചെയ്ത് പോയാൽ എന്താ പ്രത്യേകത നമുക്കറിയാം. അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് അല്ലെ പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമത കൂട്ടാനായിട്ട് നമുക്ക് അതുകൊണ്ട് ഉപകരിക്കില്ല അല്ലെ. ട്രഡീഷണലായ സംസ്കാരത്തിനോടൊപ്പം തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നമുക്കറിയാം ഏതെങ്കിലും ഒരു ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന് അല്ലെങ്കിൽ ആ ഫേമിന് ആ കമ്പനിക്ക് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാവും അല്ലെ. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എന്താണെന്ന് പറയുന്നത് നോക്കാം. ഓർഗനൈസേഷൻ ഗോൾസ് ആർ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് എ കമ്പനീസ് മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷസ് ടു ഔട്ട്ലൈൻ എക്സ്പെക്ടഡ് ഔട്ട്കംസ് ആൻഡ് ഗൈഡ് എംപ്ലോയീസ് എഫേർട്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഈ ലക്ഷ്യങ്ങൾ അല്ലെ എംപ്ലോയിയുടെ എഫേർട്ടോട് കൂടിയിട്ട് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ അത് തന്ത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പുതിയ പുതിയ തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടതായിട്ട് വരും. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പല തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കണം അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് എംപ്ലോയീസ് നല്ല ഹാർഡ് വർക്ക് കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ എംപ്ലോയീസ് ഈ ജോലിയൊക്കെ ഇട്ടിട്ട് അല്ലെ വേറെ ജോലി ചെയ്ത് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അവരെ ബൂസ്റ്റപ്പ് ചെയ്തല്ലേ അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ റിവാർഡ്സ് ഒക്കെ കൊടുത്ത് ആ ഒരു കമ്പനികളെ നിലനിർത്താനായിട്ട് ശ്രമിക്കണം. ദെൻ അത് മാത്രമല്ല അവരെ നിലനിർത്താൻ മാത്രമല്ല അവരിൽ നിന്ന് ഒരുപാട് അല്ലെ നല്ല മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ലഭ്യമാക്കാൻ വിധത്തിൽ അവരെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് കമ്പനിയോട് അവർക്കൊരു അല്ലെ ഒരു എന്താണ് വിട്ടുമാറാത്ത അതായത് കമ്പനിയോട് ഒരു മമത ഉണ്ടാവും. അപ്പൊ മാക്സിമം അവര് കമ്പനിക്ക് വേണ്ടിയിട്ട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള നിലപാടുകളെല്ലാം തന്നെ HRM ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ. HRM എന്ന് പറയുമ്പോൾ നല്ല സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള HRM എഫക്ട്സ് പോസിറ്റീവ്ലി ഇൻ ദ ഫോളോയിങ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് പല പോയിന്റ്സുകളും അല്ലെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ പല നിലപാടുകളും അല്ലെ അവരുടെ പ്രചോദനത്താല് അവിടെയുള്ള എംപ്ലോയീസിന് ലഭ്യമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് എംപ്ലോയീസ് മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യുകയും ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുമാണ്. ഓക്കെയാണോ? ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. In the workplace has an impact on innovation as well as the efficiency of employees. Right? Flexibility in the workplace. അങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെ നമ്മള് ഇപ്പോ ഇതേമാതിരി തന്നെ എന്തൊക്കെ സ്കിൽസുകൾ ആവശ്യമാണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിചാരത്തെ പോസിറ്റീവ്ലി എഫക്ട് ചാറാമിനെ പോസിറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹെഡിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. Then second one, employee retention by developing employees, then higher productivity, flexibility, and innovation, then accomplish organization objectives. Okay. Clear alle? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ വായിച്ചു നോക്കേണ്ടതുണ്ടോ? നമ്മൾ വായിച്ചു നോക്കാൻ സമയം കളയുന്നില്ല, കാരണം ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ കയറിയത്. സോ സമയം കളയാതെ തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. വായിച്ചു നോക്കാനായിട്ട് സമയം തന്നു കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് നമുക്ക് കാട്ടില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് there are two main types of organization goals. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഫസ്റ്റ് വൺ ഒഫീഷ്യൽ, then second one operative. എന്താണ് ഒഫീഷ്യൽ എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്. അതായത് ഓർഗനൈസേഷന് ഒരു ഗോള് അല്ലെ പ്രധാനമായിട്ടും ഇന്ന ലക്ഷ്യമുണ്ട്. അതൊരു പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്കറിയാം ഇത്രയും ഉത്പാദിപ്പിക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാവാം. സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ ഇത്രയും സർവീസ് കാഴ്ചവെക്കണം അല്ലെ. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും ഏതൊരു സ്ഥാപനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷന്റെ ഒരു ലക്ഷ്യം അതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓപ്പറേറ്റീവ്, ഈ പറഞ്ഞ മാതിരി ഓപ്പറേറ്റീവ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കംസ്. ഈ പറഞ്ഞ ലക്ഷ്യം അല്ലെ നമ്മുടെ ഓർഗനൈസേഷനിൽ
ആയിട്ടുള്ള ആ മെയിൻ ആയിട്ടുള്ള ഡിസൈഡ് ഔട്ട്കംസ് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ? അതാണ് ഓപ്പറേറ്റീവ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈഡ് ഔട്ട്കംസ്, തീരുമാനിച്ച ഔട്ട്കംസ് നേടിയെടുക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഗോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്. Operative എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കംസ്. ഓക്കെ അല്ലേ? 3 പോയിന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒരു ജോബ് ഡിസൈൻ ആണ്. അവിടെ മീനിങ് ഓഫ് ജോബ് ഡിസൈൻ ഉണ്ട്, കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ ഉണ്ട്. വേറൊരു പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻസ് പറയുന്നുണ്ട്, അപ്രോച്ചസ് ഓഫ് ജോബ് ഡിസൈൻ ഉണ്ട്. ഓക്കെ, അത്രയും വരെയും ജോബ് ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ജോബ് ഡിസൈൻ എന്നുള്ള അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. Meaning of job design. Job design is the logical sequence of the process of job analysis and involves deliberate actions to organize tasks, duties, and responsibilities into a unit of work so as to business objectives. Okay. അതായത് നമുക്കറിയാം ഒരു വിശകലന പ്രക്രിയ അല്ലെ, അവിടെ എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതിന്റെ വിശകലന പ്രക്രിയയുടെയും ബോധപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുടെയും യുക്തിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ പരിണിത ഫലമായിട്ടാണ് ജോബ് ഡിസൈൻ എന്ന ഇതിലേക്ക് എത്തുന്നത്. ജോബ് ഡിസൈൻ ഇസ് എ ലോജിക്കൽ സീക്വൻസ്, യുക്തിപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് of the process of a job analysis and involves deliberate actions to organize a task, duties, and responsibility into a job unit of work so as to business objectives. അതായത് ഒരു ജോലി അല്ലെ, ഇപ്പൊ നമുക്ക് അറിയാം ഒരു ജോലി എന്തായാലും ഇപ്പൊ ഒരു ടൈപ്പിസ്റ്റിന്റെ ജോലിയായിരിക്കാം, ക്ലാർക്കിന്റെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറുടെ ജോലിയായിരിക്കാം. എന്തായാലും ഒരു ജോലി എന്ന് പറയുമ്പോൾ ആ ജോലിയെ വിശകലനം ചെയ്യണം അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും യുക്തിപരമായിട്ടുള്ള ഒരു അനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതായത് ജോലിയെ വിശകലനം ചെയ്യുന്നതിന് യുക്തിപരമായിട്ടുള്ള ഒരു അനുസൃതമായിട്ടുള്ള ഒരു പ്രവർത്തനം. അപ്പൊ അതില് പ്രധാനമായിട്ട് നമുക്കറിയാം ഡെലിബറേറ്റ് ആക്ഷൻസ് ടു ഓർഗനൈസ് ടാസ്ക്. അതായത് എന്തൊക്കെയാണ് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ജോലികൾ ചെയ്യണം, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. അങ്ങനെ ആ ഒരു വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് അനലൈസ് ചെയ്യുക അല്ലെ, അത് വിശകലനം ചെയ്യുക എന്നുള്ള ക്രമപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ആക്ച്വലി നമുക്ക് ഒരു വീഡിയോ വെക്കണമെങ്കിൽ നമ്മൾ എന്താണ് അതിന് ഡിസൈൻ ആദ്യം തയ്യാറാക്കണം അല്ലെ. ഒരു സ്ട്രക്ചർ, ഒരു ഘടന നമ്മൾ തയ്യാറാക്കും എന്ന് പറഞ്ഞ മാതിരി തന്നെ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഘടനയുണ്ട് അല്ലെ. ആ ഘടന ഉണ്ടെങ്കിൽ മാത്രമാണ് തീർച്ചയായിട്ടും അവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് തന്നെ ജോലിയെ മനസ്സിലാക്കാനായിട്ടും അവര് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ക്ലിനിക്കൽ സ്റ്റാഫ് ആണെങ്കിലും ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിലും അതേമാതിരി തന്നെ എന്താണ് ഒരു മാനേജീരിയൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഡിസൈൻ അവിടെ ആവശ്യമാണ് അല്ലെ. എങ്കിൽ മാത്രമാണ് ആ ഡിസൈൻ അനുസരിച്ചിട്ട് അവർക്ക് ടാസ്കുകൾ എന്തൊക്കെയാണെന്നും ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി എന്താ അല്ലെ, ആ വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ജോബ് ഡിസൈൻ ഇസ് എ ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ്. ലോജിക്കൽ സീക്വൻസ് ഓഫ് പ്രോസസ് ആണ് ഓഫ് എ ജോബ് അനാലിസിസ് ആൻഡ് ഇൻവോൾവ്സ് അല്ലെ, ജോലിയെ വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇൻവോൾവ്സ് അതിൽ എന്തൊക്കെയാണ് പെടുന്നത്? ഡെലിബറേറ്റ് ആക്ഷൻസ് ടു ഓർഗനൈസ് ടാസ്ക്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻടു എ യൂണിറ്റ് ഓഫ് വർക്ക്. ആ വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ടാസ്കുകൾ, ഡ്യൂട്ടീസുകൾ, റെസ്പോൺസിബിലിറ്റി ഒക്കെ അതിൽ പെടുന്നുണ്ട്. സോ ആസ് ടു ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തത്? ആ ബിസിനസിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ആ ജോലിയുടെ ഒരു സ്ട്രക്ചർ അല്ലെ, ഒരു ഘടനയാണ്. ഓക്കെ, അതാണ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഘടന അതുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് തന്നെ ഡ്യൂട്ടികളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? മീനിങ് ഓഫ് ജോബ് ഡിസൈൻ എന്താണ്? ജോബ് ഡിസൈൻ എന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ.
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ. ഡാഷ് ഇസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് എ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആൻഡ് ഇൻവോൾവ്സ് എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ മനസ്സിലാക്കി വെക്കുക. ജോബ് ഡിസൈനെയാണ് അത്തരത്തില് നല്ല വ്യക്തമായ രീതിയിൽ തന്നെ വിശകലനം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണോ? ഓക്കെയാണ്. വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഞാൻ വായിച്ചു നോക്കാൻ സമയം തരാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നോക്കേണ്ടതാണ്. ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മീനിങ് ഓഫ് ജോബ് ഡിസൈൻ ആണ് നമ്മൾ ഇപ്പൊ ജസ്റ്റ് കണ്ടത്. ഇനി കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ. It is believed that a efficiently structured job motivates the employees for higher level of performance. അതായത് നമുക്കറിയാം സ്ട്രക്ചേർഡ് അല്ലെ, അവിടെ കൃത്യമായിട്ട് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഘടന ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതായത് അവർക്ക് നല്ല രീതിയിൽ അവർക്ക് അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം എന്ത് ജോലിയാണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ, ആരൊക്കെയാണ് നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ, അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടൊക്കെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ്. Clearly designed job often result in a boredom and employee frustration, high turnover, reduced motivation, low level of productivity and increase in the operating cost. അതായത് ഇപ്പൊ ഒരു ജോലി അല്ലെ, എന്താണ് ഒരു പുതിയൊരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ കൂടി എന്താണ് അവിടെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലെ, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല, ഇപ്പൊ മെഷീൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം അല്ലെ, ഒന്നിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണയൊന്നും ഇല്ലെങ്കിൽ എന്താണ് അവര് ചിലപ്പോ ചെയ്യുന്ന ജോലി അങ്ങനെ ചെയ്തിരിക്കും അല്ലെ, ആ ചെയ്യുന്ന ജോലി ബോറായിരിക്കും അല്ലെ, അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് വരാനോ ഷിഫ്റ്റ് ഡ്യൂട്ടികളിലൊക്കെ കിട്ടാനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത കാരണം എന്താണ്, ഒരു ഘടനയില്ലാത്ത കാരണം അവർക്ക് അത് ജോലി എന്ന് പറയുന്ന ഒരു മടുപ്പുളവാക്കുന്ന ഒരു കാര്യമാവും. അപ്പൊ ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അവരെന്ത് ചെയ്യും, ടേൺ ഓവർ റേറ്റ് അപ്പൊ ഹൈ ആയിരിക്കും. അതേമാതിരി തന്നെ മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ, ഞാൻ ഇന്നത് ചെയ്താലാണ് അടുത്ത ഡ്യൂട്ടി എന്നെ ഏൽപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ റിവാർഡ് തരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ അധികം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒന്നും ഇല്ല. കാരണം ആദ്യം തന്നെ സ്ട്രക്ചർ ഇല്ല, ഘടനയില്ല അല്ലെ, ഏത് ജോലിയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ മോട്ടിവേഷൻ ഒക്കെ കുറവായിരിക്കും. ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമതയും കുറവായിരിക്കും. എന്താണ് ഇൻക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നമുക്കറിയാം എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദൈനംദിന ജോലികൾക്ക് വേണ്ടിയിട്ട് കോസ്റ്റ് ഒരുപാട് അധികം ചിലവഴിക്കേണ്ട വരും അല്ലെ. സാലറി ഒക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, റിട്ടേൺസ് ഒക്കെ കുറവായിരിക്കും. കാരണം കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഘടനയില്ല, അവർക്ക് ഇന്നത് ചെയ്യണം, പിന്നെ അത് ഇത്രയും ഈ ദിവസം ഇത്രയും ഉത്പാദിപ്പിക്കാം. സർവീസ് ആണെങ്കിൽ ഇപ്പൊ ടീച്ചിങ് ആണെങ്കിൽ ഇന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കണം അല്ലെ. എല്ലാത്തിനും ഒരു ഘടനയില്ലാത്തൊരു അവസ്ഥ വരുമ്പോഴെന്താണ് അവർ തോന്നിയ പോലെ അവരുടെ കുട്ടികൾ ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല.
അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും നടപ്പാക്കാനൊക്കെ ആയിട്ട് സാധിക്കാതെ വരും. അപ്പൊ ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ് ആയിരിക്കും അവിടെയുള്ള എംപ്ലോയീസ് കാഴ്ചവെക്കുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് നോക്കാം ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. കണ്ടിന്യൂ ചെയ്യാലോ. പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് നോക്കാം. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ഇസ് വൺ ഓഫ് ദ most influential attempts to design job with increased motivation properties, Hacker and Oldham 1975. Okay, ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ അറ്റംപ്റ്റ്സ് ടു ഡിസൈൻ അല്ലെ. അവിടെ എന്താണ് ജോബ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രചോദിതമാകുന്ന ഒരു അറ്റംപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മോഡൽ അല്ലെ, മോഡൽ ഓഫ് ജോബ് പറയുന്നത്. മോട്ടിവേഷണൽ പ്രോപ്പർട്ടീസ്, അത് തീർച്ചയായിട്ടും നമുക്കറിയാം മോട്ടിവേറ്റ് പ്രചോദനം അല്ലെ ഉണ്ടാക്കുക എന്നുള്ള പ്രധാനമായിട്ടുള്ള എയിമോട് കൂടിയിട്ടാണ് ഈ ഫാക്ടറുകൾ വന്നിരിക്കുന്നത്. പ്രപ്പോസ്ഡ് ബൈ ഹാക്മാൻ ആൻഡ് ഓൾഡ്മാൻ അല്ലെ, അദ്ദേഹത്തിന്റെ ഇതിലാണ് ഇത് വന്നിരിക്കുന്നത്. മോഡൽ ഡിസ്ക്രൈബ്സ് 5 core job dimensions leading to 3 critical psychological states resulting in work related outcomes. Okay, അവിടെ 5 core എന്താണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ്ലി പറഞ്ഞിരിക്കുന്നത്. Skill variety, task identify, task significance, autonomy, feedback. Okay, അപ്പൊ ഒരു സ്ട്രക്ചർ, ഒരു ഡിസൈനുമായി ബന്ധപ്പെട്ട ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു ജോലിയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്കില്ലുള്ള പേഴ്സൺസ് അവിടെ ആവശ്യമാണ്. ടാസ്കുകളൊക്കെ വ്യത്യസ്തമായിരിക്കും, അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ടാസ്ക് സിഗ്നിഫിക്കൻസ്, ചില ടാസ്കുകളൊക്കെ ആദ്യം നിർവഹിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സിഗ്നിഫിക്കൻസ് ഉള്ള ടാസ്കുകൾ ഉണ്ടാകും. ദെൻ ഓട്ടോണമി എന്ന് വെച്ചാൽ ഏകാധിപത്യത്തോട് കൂടിയിട്ട് അല്ലെ, നമുക്കറിയാം ഒരു കൺട്രോളിംഗ് പവറോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടാവും. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഏത് വർക്കുകൾ ഏൽപ്പിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു ഘടനയോടുകൂടി വർക്ക് ഏൽപ്പിക്കുമ്പോൾ അത് ഒക്കെയാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണോ എന്നത് ഫീഡ്ബാക്ക് ഒക്കെ ചോദിച്ച് അറിയേണ്ടതും ആവശ്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇത്തരത്തിലുള്ള 5 ഡയമെൻഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ്. ഓക്കെ, നമുക്കറിയാം സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ മീനിങ്ഫുൾനെസ്, then റെസ്പോൺസിബിലിറ്റി, നോളജ് ഓഫ് റിസൾട്ട്. ഓക്കെ, നമുക്കറിയാം ഉത്തരവാദിത്വ ബോധം, അതേമാതിരി തന്നെ എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അല്ലെ. നോളജ് ഓഫ് റിസൾട്ട്, ഇതിനെ കുറിച്ചിട്ടും റിസൾട്ടിനെ കുറിച്ചിട്ടും പോലെ അറിവ് അതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഔട്ട്കംസ്, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്ട്രക്ചർ ഉണ്ട്, അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവര് നല്ല ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് എല്ലാത്തിനെയും കുറിച്ചിട്ടും അവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒക്കെയാണ്. ദെൻ അവരുടെ ഔട്ട്കംസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് കുറച്ചും കൂടി മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഔട്ട്കംസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ പെർഫോമൻസ് അല്ലെ, അവരുടെ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് തന്നെ അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ അവര് വ്യക്തികളെ അല്ലെ അവിടെ സർവീസ് കൊടുക്കുകയായിരിക്കും ആ വ്യക്തികൾക്കൊക്കെ. അതിൽ നിന്നാണ് അവരുടെ പ്രകടനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ പ്രൊഡക്ഷൻ എന്താണ് എത്ര പ്രോഡക്റ്റ് ആണ് ഉത്പാദിപ്പിച്ചത്, അത് ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് ആണോ, അതിൽ നിന്നാണ് നമ്മൾ ഔട്ട്കംസിൽ തിരിച്ചു വരുന്നത്. ദെൻ സാറ്റിസ്ഫാക്ഷൻ, തീർച്ചയായിട്ടും എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആണോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടും അവര് തയ്യാറാവില്ല. പിന്നെ അതേമാതിരി തന്നെ ആബ്സെന്റിസം അല്ലെ, നല്ല രീതിയിൽ മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അവർക്ക് എന്താണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് കമ്പനിയിൽ വന്ന് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അല്ലെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അബ്സെന്റിസം ഒക്കെ കുറവായിരിക്കും. അതേമാതിരി തന്നെ ടേൺ ഓവർ അല്ലെ, വിട്ടുപോകാൻ നിരക്ക് ചിലപ്പോൾ ആണെങ്കിൽ നല്ല രീതിയിൽ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു ഘടനയ്ക്ക് വേണ്ടിയിട്ട് ടേൺ ഓവർ നിരക്ക് കൂടുതലായിട്ട് കുറവായിരിക്കും. ഓർഗനൈസേഷനില് സ്ട്രക്ചറോട് കൂടിയ ഒരു ജോബ് ഡിസൈൻ ഉണ്ട് എങ്കിൽ ടേൺ ഓവർ നിരക്ക് റിഡ്യൂസ് ആയിരിക്കും, ഓവറായിട്ട് ഹയർ ആയിരിക്കും, കുറഞ്ഞിരിക്കും, കൂടിയിരിക്കും. നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ജോബ് ആണ് ഡിസൈൻ അല്ലെ, അവിടുത്തെ ഘടന തീർച്ചയായിട്ടും ആ ഒരു ഓർഗനൈസേഷനിൽ നല്ല സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു ജോലിയാണ് വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ ടേൺ ഓവർ നിരക്ക് കൂടുതലായിരിക്കും, കുറവായിരിക്കും അവിടെയുള്ള എംപ്ലോയീസിന്റെ. രണ്ട് ആൻസറും വന്നിട്ടുണ്ട്. ടേൺ ഓവർ എന്ന് പറയുമ്പോൾ വിട്ടുപോകുന്ന നിരക്കാണ്. നല്ല സ്ട്രക്ചറും ഡിസൈൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒന്ന് പഠിപ്പിച്ചുള്ളൂ. എന്തായിരിക്കും ഇവിടെ ടേൺ ഓവർ നിരക്ക്
ഇവിടുത്തെ കണ്ടുകൊണ്ടല്ല കേട്ടോ അവിടെ പറയേണ്ടത്. അതായത് നല്ല സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എംപ്ലോയിക്ക് മോട്ടിവേഷൻ ഒക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താണ് വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും, റിഡ്യൂസ് ആയിരിക്കും. ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. ഓക്കെ, പെർഫോമൻസ് ഹയർ ലെവലായിരിക്കും, പ്രകടനം കൂടുതലായിരിക്കും. അതേസമയം ടേൺ ഓവർ നിരക്ക് എന്താണ് കുറവായിരിക്കും. പുവർലി ഡിസൈൻ ആണെങ്കിലാണ് ഹൈ ടേൺ ഓവർ വരുന്നത്. അതായത് നല്ല ഡിസൈൻ അല്ല എങ്കിൽ അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടല്ല ജോലി ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് ഒരു ഒരു എന്താണ് ചെയ്യേണ്ടതെന്നോ ആരാണോ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നോ എന്തൊക്കെയാണെന്നോ അല്ലെ, അപ്പൊ അവർക്ക് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ടൊരു മൈൻഡ് കുറവായിരിക്കും, അബ്സെന്റീസം കൂടുതലായിരിക്കും, ടേൺ ഓവർ നിരക്കും കൂടുതലായിരിക്കും. പുവർലി ഡിസൈൻഡ് ആണ്. സ്ട്രക്ചർ ഉണ്ടെങ്കിൽ കേട്ടല്ല, സ്ട്രക്ചർ നല്ല ഡിസൈനോട് കൂടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എല്ലാത്തിനെയും കുറിച്ചിട്ട് വിവരത്തോട് കൂടിയിട്ടാണ് അവര് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. എന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്താണ്, എനിക്ക് ഇന്ന് ഇത്രയും ഉത്പാദിപ്പിക്കണം, ഇന്ന് ഇത്ര സർവീസ് ചെയ്യണം, ഞാൻ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സർവീസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ എന്നെ അവരെ അല്ലെ ഇത്രയും പാരിതോഷികങ്ങൾ എനിക്ക് കിട്ടും, അങ്ങനെയൊക്കെയുള്ള അല്ലെ റിവാർഡ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും. സോ അവരെന്ത് ചെയ്യും, ആത്മാർത്ഥമായിട്ട് തന്നെ അബ്സെന്റീസ് ഒന്നും ഇല്ലാതെ തന്നെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് വർക്കിങ്ങിന് വരും. മറ്റൊരു കമ്പനിയിൽ അവർ ജോലി തേടി പോകാനായിട്ട് ശ്രമിക്കില്ല. കാരണം അഡീഷണൽ വർക്ക് ചെയ്യുന്നതിന് അഡീഷണൽ പാരിതോഷികമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാലറി കൂട്ടി കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്ട്രക്ചറോട് കൂടിയിട്ടാണ് ഇവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അവർ നിരക്കിന്റെ കാര്യം എന്താണുള്ളത്? നമുക്ക് നെക്സ്റ്റ് നോക്കാൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു 5 ഉണ്ട്. സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, പിന്നെ ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓട്ടോണമി, ഫീഡ്ബാക്ക്. സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ മീനിങ്ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റീസ്, നോളജ് ഓഫ് റിസൾട്ട്സ്. ഔട്ട്കംസ് ആണെങ്കിൽ നമുക്കറിയാം മോട്ടിവേഷൻ, പെർഫോമൻസ്, സാറ്റിസ്ഫാക്ഷൻ, അബ്സെന്റീസം, ടേൺ ഓവർ അല്ലെ, അത് കൂടുതലോ കുറവോ എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പുവർ ആണെങ്കിൽ നമുക്കറിയാം ടേൺ ഓവർ നിരക്ക് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതേസമയം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ടേൺ ഓവർ നിരക്ക് കുറവായിരിക്കും, അല്ലെ റിഡ്യൂസ് ചെയ്താണ് കാണിക്കുക, വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. അബ്സെന്റീസവും നമുക്കറിയാം സ്ട്രക്ചർ നല്ല കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അബ്സെന്റീസം എന്താണ് കുറവായിരിക്കും. സ്ട്രക്ചർ അല്ലെ പുവർ ഡിസൈൻഡ് ആണെങ്കിൽ സ്ട്രക്ചർ എന്താണ് അബ്സെന്റീസ് ഒക്കെ കൂടുതലായിരിക്കും. എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സുകളൊക്കെ കൂടെ ആയിരിക്കും, ബോർഡമായിരിക്കും, അവർക്ക് മോട്ടിവേഷൻ ഒക്കെ കുറവായിരിക്കും അല്ലെ, എല്ലാം കുറവായിരിക്കും. കാരണം അവർക്ക് ഒരു ഘടനയില്ലാതെ അല്ലെ, നമ്മളൊരു ഐഡിയ ഇല്ലാതെ എന്ന് പറയില്ലേ, പറഞ്ഞ മാത്രം തന്നെ ജോലിക്കും ജോലിയുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ വേണം. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈനിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കാട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. എടുക്കാലോ. ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ? Job design is very important because this is the process which make sure that the job remains updated and it's relevant to the company, to the employees. ഓക്കെ, നമുക്കറിയാം കൃത്യമായിട്ടൊരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് എംപ്ലോയിക്ക് അത് വളരെ ഉപകാരപ്രദമാണ് അല്ലെ, അവർക്ക് കൃത്യമായിട്ടൊരു അപ്ഡേഷൻ ഒക്കെ എന്ത് പ്രോസസ് ആണ്, അത് എങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം ചെയ്തു, ഇനി എത്രത്തോളം ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം എംപ്ലോയിക്ക് അല്ലെ അപ്ഡേഷൻ നടത്താനായിട്ട് സാധിക്കും. The primary objective here is to minimize dissatisfaction which comes while doing the job on a daily basis. ഓക്കെ, നമുക്കറിയാം പ്രൈമറി പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, മിനിമൈസ് ഡിസാറ്റിസ്ഫാക്ഷൻ വിച്ച് കംസ് അല്ലെ, അവിടെ എന്താണ് ഡെയിലി ബേസിസിൽ വരുമ്പോൾ ഡിസാറ്റിസ്ഫാക്ഷൻ അത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം
ഒരു സംതൃപ്തിയോട് കൂടിയിട്ട് അവർക്ക് ജോലി ചെയ്ത് പോരാനായിട്ട് ഇനി ഇത്രയും ചെയ്ത് തീർത്തു അല്ലെ ഇത്രയും ചെയ്യാനാണ് നമ്മളെ കമ്പനി നിർദ്ദേശിച്ചത്, അതനുസരിച്ചിട്ട് നമുക്ക് ഇത്രയും ചെയ്യാനായിട്ട് സാധിച്ചു എന്നൊക്കെ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുണ്ടാവും. ഡിസാറ്റിസ്ഫാക്ഷൻ ക്യാൻ ലീഡ് അല്ലെ, ഇൻ കേസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കറിയാം ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഡിസാറ്റിസ്ഫാക്ഷൻ ക്യാൻ ലീഡ് ടു എംപ്ലോയീസ് ലീവിംഗ് ദ ഓർഗനൈസേഷൻ ആൻഡ് കോസിംഗ് ഇഷ്യൂസ് ഫോർ ദ കമ്പനി. ഓക്കെ, നമുക്കറിയാം ഒരു സ്ട്രക്ചർ ഇല്ല, ഘടന ഇല്ലെങ്കിൽ നമുക്കറിയാത്തതോ ചെയ്ത് തീർക്കാണ്ടിരുന്നോ എങ്ങനെയായിരിക്കുന്നോ ഒക്കെ ഒന്നും അറിയില്ല അല്ലെ, അവർക്ക് അപ്ഡേഷൻ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവരെന്താണ് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും, ആ എംപ്ലോയിനെ സംബന്ധിച്ച് അവർ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താ പ്രത്യേകത, എംപ്ലോയി ലിവിംഗ് ദ ഓർഗനൈസേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ ടേൺ ഓവർ റേറ്റ് അല്ലെ, ഈ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആൻഡ് കോസിംഗ് ഇഷ്യൂസ് ഫോർ ദ കമ്പനി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വിട്ടുപോകുന്ന നിരക്ക് കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, വീണ്ടും അല്ലെ അവിടെ എംപ്ലോയീസിനെ കണ്ടെത്താൻ റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. So job design has a primarily responsibility of regularly updating the job. പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ജോബ് റെഗുലർ ആയിട്ട് അപ്ഡേഷൻ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഓരോ എംപ്ലോയെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് അല്ലെ, നമുക്ക് ഏൽപ്പിച്ച ജോലികൾക്ക് എങ്ങനെയൊക്കെ തീർക്കണം, എന്തൊക്കെ ചെയ്യണം, ഇന്ന ഡ്യൂട്ടീസ് അല്ലെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു അവലോകനം നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതില് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് ജോബ് ഇവാലുവേഷൻ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ്, റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ, വർക്ക്ഫോഴ്സ് പ്ലാനിങ്. ഓക്കെ, അങ്ങനെ ഒരു 10 പോയിന്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കപ്പോ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതായത് ജോബ് ഡിസൈൻ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ അല്ലെ, അതിനെ കുറിച്ചിട്ട് പോയിന്റ്സുകൾ ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിനൊക്കെ കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗട്ടുകൾ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കമ്പ്യൂട്ട് ആക്കി തരുന്ന സമയം ഒരു 5 മിനിറ്റ് നമ്മൾ തരാറുണ്ട് അല്ലെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്ത് പോവാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കാം കേട്ടോ. ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോയിന്റിലേക്ക് പോവാട്ടോ. ഞാൻ മ്യൂട്ട് ആക്കിക്കോട്ടെ, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാലോ. ഒന്ന് 2 പോയിന്റെങ്കിലും നമുക്ക് എടുത്തു വെക്കാം. കാരണം ഇച്ചിരി ലേറ്റ് ആയിട്ട് കയറി കാരണം നമ്മള് എടുത്തു വെക്കണം എന്നുള്ള ആ ഒരു പോയിന്റ്സിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ല എങ്കിൽ 2 പോയിന്റ്സ് കൂടി നോക്കാം. എന്താണ് അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കി എന്താണ് ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എംപ്ലോയീസിനും ഗുണം ചെയ്യും, അതേമാതിരി തന്നെ ഓർഗനൈസേഷനും ഗുണം ചെയ്യും. അപ്പൊ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്, ജോബ് ഇവാലുവേഷൻ. ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈൻ ഇസ് നീഡഡ് ഫോർ ജോബ് ഇവാലുവേഷൻ, which is the process of comparing the job with the other jobs in an organization to assess the proper grade. Okay, നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അല്ലെ, ഒരു ഘടന ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. എത്രത്തോളം നമ്മൾ ഇപ്പോ ചെയ്തു, ഇനി എത്രത്തോളമാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലെ. ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈൻ ഇസ് നീഡഡ്. ആ ജോബ് ഡിസൈനിൽ നിന്ന് ലഭ്യമാക്കുന്ന ഇൻഫോർമേഷൻസിന്റെ വെളിച്ചത്തിൽ നമുക്ക് ജോലിയെ കുറിച്ചിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കും. വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ ജോബ് വിത്ത് അതർ ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അസസ് ദ പ്രോപ്പർ ഗ്രേഡ് അല്ലെ. അതായത് നമുക്കറിയാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ ജോലി ക്രമീകരിക്കുന്നത് അല്ലെ. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം ചെയ്തു, ഇനി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള അസസ്മെന്റ് അല്ലെ, വിലയിരുത്തലുകൾ നേരത്തെ കൂട്ടിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ അല്ലെ. The process give you a better understanding about the job that needs to be filled and helps. Okay, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്ത് ജോലിയാണ് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെയാണ് കണ്ടെത്തേണ്ടത് അല്ലെ. ഒരു ജോലി കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ, ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എന്തൊക്കെ ജോലിയാണ് ആ വ്യക്തിയെ നമ്മൾ ആപ്ലിക്കേഷൻസ് കിട്ടുമ്പോൾ തന്നെ അതിനൊക്കെയുള്ള യോഗ്യത ഉണ്ടോ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് മാത്രമല്ല നമ്മൾ ഇന്റർവ്യൂ അല്ലെ, സെലക്ഷൻ നടപടികളൊക്കെ എടുക്കുമ്പോൾ ഇന്ന ജോലിയാണെങ്കിൽ ആ ജോലി ഈ വ്യക്തിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം പലതരത്തിലുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇന്റർവ്യൂകളൊക്കെ ഉണ്ട് അല്ലെ. നമ്മളുടെ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തത്തക്ക വിധത്തില്
ജോലിയുടെ നേച്ചർ മനസ്സിലാക്കിയിട്ട് അല്ലെ അതൊക്കെ എന്തൊക്കെ ഡ്യൂട്ടിയാണോ ആ വ്യക്തി ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണോ എന്നൊക്കെ ഇന്റർവ്യൂവിലൂടെയൊക്കെ നടപടികളൊക്കെ എടുത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് അത് സെലക്ഷൻ പാനൽ ഐഡന്റിഫൈ ദ ജോബ് റിക്വയർമെന്റ്സ് സെലക്ഷൻ ക്രൈറ്റീരിയ. ഓക്കെ, നമുക്കറിയാം ആ ജോലിക്ക് ആവശ്യകത അനുസരിച്ചിട്ട് തന്നെ സെലക്ഷൻ പാനലിന് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. റൈറ്റ് ദ ജോബ് അഡ്വർടൈസ്മെന്റ്, ഡെവലപ്പ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് അസസ് ദ ബെസ്റ്റ് ആപ്ലിക്കേറ്റ് ഫോർ ദ ജോബ്. അതായത് ഏത് ജോലിയാണെന്നുള്ള കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ സാധിക്കും. ഇല്ല, ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ജോബ് വേക്കൻസികൾ ഉണ്ടാവും അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡോക്ടേഴ്സിന്റെ, നഴ്സുമാരുടെ, ടെക്നീഷ്യന്മാരുടെ അല്ലെ, അവിടെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകളുടെ, അതേമാതിരി തന്നെ ലാബിലെ അസിസ്റ്റൻസ് അല്ലെ, അല്ലെങ്കിൽ നമുക്കറിയാം എക്സ്റേ അങ്ങനെയൊക്കെയുള്ള ഇതുകൾ അല്ലെ, വ്യത്യസ്ത യൂണിറ്റുകളിലെ വ്യത്യസ്ത ജീവനക്കാരെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ ജോലി എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ജോലിയുള്ള വ്യക്തികളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നമുക്ക് തിരിച്ചറിയാനായിട്ട് എളുപ്പമാണ് അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. സോ അതിനനുസരിച്ചിട്ട് അഡ്വർടൈസ്മെന്റ് നടത്താൻ സാധിക്കുന്നു. അതേമാതിരി ഇന്റർവ്യൂ തലങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് നടത്താനായിട്ട് സാധിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ആപ്ലിക്കൻസുകളെ വിലയിരുത്താനായിട്ടും അനുയോജ്യരായവരെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Next നോക്കുകയാണെങ്കിൽ job applicants to decide if any should apply for the job and to prepare for the selection process. Okay, second point ലേക്ക് വരുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസുകളിൽ നിന്ന് അല്ലെ which apply the job and to prepare for the selection process. അപ്പൊ ലഭ്യമായ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാൻ തന്നെ നമുക്ക് ആ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാനായിട്ടും അല്ലെ എല്ലാവരെയും നമുക്ക് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം കിട്ടിയിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്ന് അല്ലെ അനുയോജ്യരായവരെ അല്ലെ അവിടെ കൃത്യമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുന്നു. കാരണം ഈ പറഞ്ഞ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസുകളൊക്കെ അവരിൽ അപ്ലൈ ചെയ്ത് അല്ലെ അതിൽ നിന്ന് അനുയോജ്യരായ വ്യക്തികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ റിക്രൂട്ട്മെന്റ് ആയിട്ട് സെലക്ഷൻ ഒക്കെ നടപ്പാക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ജോബ് ഡിസൈൻ വളരെ ഫലപ്രദമായിട്ടുള്ള കാര്യമാണ്. ജോലിയെ വിലയിരുത്താൻ സാധിക്കുന്നു. അതേമാതിരി തന്നെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഒക്കെ നടപ്പാക്കാനായിട്ടും ജോബ് ഡിസൈൻ കൊണ്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നിർത്താം. നമുക്ക് എന്തായാലും കുറച്ച് സമയം പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാപ്റ്റർ ഒക്കെ ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് സമയം കളയാതിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് നെക്സ്റ്റ് ദിവസം ചോദിച്ചോളൂ. ഓക്കെ, വായിക്കാനായിട്ട് ഇത്തിരി സമയം കുറച്ചാണ് തന്നോളൂന്ന് അറിയാം. അപ്പൊ എന്തായാലും വായിച്ചു നോക്കിയിട്ട് നെക്സ്റ്റ് ഡേ വരുമ്പോൾ ചോദിക്കും. ഓക്കെ, താങ്ക് യു.